Disclaimer. This is for entertainment purpose only. നിക്ക് എന്താ എന്ത് എന്താന്ന് വിഷു എപ്പിസോഡ് ഇടാനോ? എന്തേ? വിഷു കഴിഞ്ഞിട്ടൊരു മാസമായി അപ്പഴാ വിഷു എപ്പിസോഡ്. എനിക്ക് പിന്നെ സമയം കിട്ടണ്ടേ? നിനക്ക് മടിച്ചിട്ടല്ലടാ പുല്ലേ. വേണമെങ്കിൽ എങ്ങനെയും പറയാം. അത് എന്താടാ, ഒന്ന് വരുവോ? കുറെ നേരായി രണ്ടും കൂടി ബ്ലാ ബ്ലാ ബ്ലാ. 1 കിലോ വെള്ളരി, 1 കിലോ വെള്ളരി, പിന്നെ 1 കിലോ തക്കാളി, 1 കിലോ ഉള്ളി, 1 കിലോ തക്കാളി, 1 കിലോ ഉള്ളി, 1 പാക്കറ്റ് സാമ്പാർ പൊടി, 1 കിലോ സാമ്പാർ പൊടി. 1 കിലോ അല്ല, 1 പാക്കറ്റ്. രണ്ടും കൂടി എന്താ പരിപാടി? ഞങ്ങൾ സദ്യക്ക് വേണ്ടിയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അല്ല, എന്താ നേരത്തെ നാളെ വിഷു അല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഉച്ച കഴിഞ്ഞ് ലീവ് കൊടുത്തു. അതെന്തായാലും നന്നായി. അല്ല, ലിസ്റ്റ് കുറച്ച് കൂടുതലുണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴാ ഏട്ടനും ഏട്ടത്തെയും വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അല്ല, എന്തിനു? നിങ്ങളുടെ 16-ന് വിഷു ആഘോഷിക്കാൻ തന്നെ, പിന്നെ അല്ലാണ്ട് എന്തിനാ? അപ്പൊ ഈ വിഷുവും അമ്മാവൻ തൂക്കി അനുഭവിക്കാന്. ഏട്ടത്തി വന്നു. ഹായ് ആന്റി. ആന്റി മാത്രമേ വന്നുള്ളൂ? അല്ല, ഞങ്ങളും ഉണ്ട്. ഹായ് ആന്റി. ഹായ് പല്ലി. ഇവരുള്ള കാര്യം പറഞ്ഞില്ലല്ലോ നീ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഒന്ന് കയറി, പിന്നെ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇവരും കൂടെ വരാമെന്ന് പറഞ്ഞു. കുടിച്ചെടുക്കാം ആന്റി. അങ്ങനെ ഇരിക്കട്ടോ. അമ്മ എവിടെ ആന്റി? അമ്മുവും കാർത്തിയും കൂടെ ഡ്രസ്സ് എടുത്തിട്ട് വരുമോ? എല്ലാരും കൊഞ്ചം അങ്ങേ പാറി. മീൻ വയൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അങ്ങോട്ട് കത്തിയില്ല. മനസ്സിലായില്ല? ഇപ്പൊ കാണിച്ചു തരാം. കൊള്ള പൂച്ചാണ്ടി മോളെ. എന്തായാലും മേലെ വീട്ടിലെ വൈഫൈ വലിച്ചുണ്ടാക്കണല്ലേ, എനിക്കും വേണ്ടി ചില സീനൊക്കെ. ഇതിന് തീരെ കളറില്ല. അടുത്ത തവണ കുറച്ച് കളറുള്ളത് വാങ്ങിക്കാം. നീ ഇതെങ്ങോട്ടാ? വിളക്കെടുക്കാനാ? താഴെ പെൺപടകളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ലിപ്സ്റ്റിക് ആവാൻ കയറി. എന്നാ വേഗം ചെല്ല്. വരുന്നോ താഴേക്ക്? വീട്ടിലെന്തായാലും കുറച്ച് ഗസ്റ്റ് വന്നല്ലേ, ഒരു ഹായ് പറഞ്ഞിട്ട് വരാം. ഹായ് ഗേൾസ്, ലോങ് ടൈം നോ സീ. എന്റെ ചെയ്യാണ് സരസു. യു നോ അല്ല സ്വാതി, യു നോ ഐ എം എ നാച്ചുറൽ ബ്യൂട്ടി, യു നോ. എനിക്കതിൻ്റെ ഒരു അഹങ്കാരവും ഇല്ല. അതെ അതെ, ഞങ്ങൾക്കറിയാം തലയിൽ പിണ്ണാക്കാണെന്നുള്ളതിൻ്റെ ഒരു അഹങ്കാരവും നിനക്കില്ലാന്ന്. സമാധിയായി. ഹലോ, എന്ത് പറ്റി? എത്തിയോ? എന്താ വൈകിയേ? കടയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് സമയം കുറച്ച് വൈകി. എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നത്? പോസ്റ്റായിട്ടാണോ? അല്ല, ഇതാര് കല്യാൺകെട്ടുന്നില്ലയോ? താഴേക്കൊന്നും കണ്ടില്ല. കത്തനാർ ഇവിടെ ഉണ്ടായിരുന്നു. കറക്കൊക്കെ കഴിഞ്ഞ് എപ്പോഴാണോ വന്നേ? അല്ല, നിനക്കെന്താ പറ്റിയെന്ന് പറയും. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അത് മനസ്സിലായി. എന്ത് ആലോചിക്കായിരുന്നു? ഞാൻ എൻ്റെ ഡയലോഗ് ഒന്ന് തീർത്തോട്ടെ. ഓക്കെ. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, പണ്ടത്തെ വിഷുവൊക്കെ എന്ത് അടിപൊളിയായിരുന്നു. ഇപ്പം ആർക്കും ഒരു വൈബില്ല, ആരോ ചത്ത പോലെ ഉണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? എന്താ ഒരു ഗൂഢാലോചന? ഒന്നുമില്ല. പണ്ടത്തെ വിഷുവൊക്കെ എന്ത് അടിപൊളിയായിരുന്നു എന്ന് പറയായിരുന്നു. ബെസ്റ്റ്. അവിടെ ഒരു വൈബില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇതിപ്പോൾ അതിലൊരു ശോഭമായത് പോലെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഞങ്ങളുള്ളപ്പോൾ ഈ വീട്ടിൽ വൈബില്ലാന്നോ? അൺപോസിബിൾ. കമോൺ കമോൺ, എല്ലാവരും സമാപുരിയിലേക്ക് വരൂ. എന്താണ് ഹാളിലേക്ക് വരാൻ? അർണവേട്ട, നിങ്ങൾ ഇവർ പറഞ്ഞത് കേട്ടോ? ഇല്ല, ഞാൻ ആ സീനിലില്ലായിരുന്നു. ഇവർക്ക് വിഷുവിനൊരു വൈബില്ലാത്രേ, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ അമ്മമാരെ സഹായിച്ചോ, അപ്പൊ കുറച്ച് വൈബ് വരും. ഓ മാമ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ, താങ്ക് യു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? യെസ്, പ്രൊസീഡ്. എന്ത് കുറച്ച് ഓവറാവുന്നുണ്ട്, ഒരു പൊടിക്ക് ഒതുങ്ങിക്കോ. ഞാൻ കുറച്ച് ഓളായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. വേണ്ടെങ്കിൽ വേണ്ട, ഒന്ന് വേഗം മൊഴിയോ പ്ലീസ്. ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. സാധാരണ അമ്മമാരൊക്കെ ആണല്ലോ എല്ലാം ചെയ്യാറ്, അത് നമുക്ക് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് വേണം, ഉള്ളത് കൂടി ഇല്ലാണ്ടാവും, അത്ര ഉണ്ടാവും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇത്രയും പേരില്ലേ, പകുതി ഇട്ടാൽ പോരെ നമുക്ക്. നിങ്ങൾ എടുക്കുന്നതൊക്കെ കൊള്ളാം. അടുക്കള അതേപോലെ തന്നെ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അല്ല, ഞാൻ ഈ ടീമിലുണ്ടോ അതോ? വേണ്ട, ഇത് ഞങ്ങൾ ചെയ്തോളാം. അച്ഛൻ വേണമെങ്കിൽ മാമനെ വിളിച്ച് വരുമ്പോൾ 2 ബിയർ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവൻ അതും കൊണ്ടേ വരും. എൻ്റെ അളിയനല്ലേ. അങ്ങനെ നാശാക്കുന്നത്? അത് വേണ്ട തലയിൽ. അല്ല പിള്ളേരെ, നിങ്ങളുടെ അച്ഛനും അമ്മയും വരൂലേ? അമ്മ വരൂല, അച്ഛൻ വരും. വരുമായിരിക്കും. ഇനി അച്ഛനും അമ്മയും ആൻറ്റിയൊക്കെ പോയിക്കോ, ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. ആദ്യമായി അടിക്കൽ തുടക്കൽ. ആരൊക്കെ?
അതൊക്കെ ഞാനും അമ്മ ഇന്നലെ ചെയ്തു. ഇനി ആ പൂജാ റൂമും അടുക്കളയും മാത്രമേ ഉള്ളൂ ഒന്ന് അടിച്ചുടച്ചിടാൻ. എന്നാ ഞങ്ങൾ നാലാളും പൂജാ റൂം ക്ലീൻ ചെയ്യാം, നിങ്ങൾ കിച്ചൺ ക്ലീൻ ചെയ്തോ. അല്ല, അപ്പൊ നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? അയ്യോ, ഞാനെന്തോ മറന്നു. നേരത്തെ ലിസ്റ്റ് മാത്രമേ ഉണ്ടാക്കി വെച്ചുള്ളൂ, സാധനം വാങ്ങിച്ചില്ല. നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞ് പോയി വാങ്ങിക്കാം. ഏട്ടാ, പായസം മിക്സ് വാങ്ങിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചോ. എടാ, നീ അന്ന് വാങ്ങിച്ച സ്പീക്കർ അവിടെ? അത് റൂമിലുണ്ട്, ഞാൻ വേണമെങ്കിൽ പോയി എടുത്തിട്ട് വരാം. എന്നാ വേഗം ചെന്ന് എടുത്തിട്ട് വാ. പാട്ടുണ്ടെങ്കിൽ പണിയെടുക്കാൻ ഒരു ഓണം ഉണ്ടാവും. ഇത് ലാസ്റ്റ്. ഇതിന് മാത്രം പാത്രം നിനക്ക് എവിടെന്നാ വലിയ കിട്ടുന്നത്? ഷെൽഫീന്ന്. ഓ, കഴുത്ത് വേദനിക്കുന്നു. ഞാൻ ചെയ്യാം. എന്നാ പല്ലി ഇത് ചെയ്യും. അല്ല, നീ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എന്താ എടുത്തേ? സാരിയോ ചുരിദാറോ? ഈ സാരി ചുരിദാറൊന്നുമില്ല, ഇതാണ് കുറച്ച് വെറൈറ്റിയാ. നാളെ കാണിച്ചുതരാം. ഇത് ലിസ്റ്റിൽ എന്തെങ്കിലും വിട്ടു വെച്ചിട്ടുണ്ടോ നോക്കിയൊക്കെ. പപ്പടം എഴുതിയോ നോക്കി ചേച്ചി? ആ, പച്ചക്കറിയൊക്കെ ഓക്കെ. പിന്നെ കണി വെക്കാനുള്ള ഫ്രൂട്ട്സും കണിക്കൊന്നൊക്കെ വേണം. കണിക്കൊന്ന അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറിക്കാം. പിന്നെ കണി വെക്കാനുള്ള പച്ചമാങ്ങ തോട്ടത്തിലുണ്ടല്ലോ, ഞാൻ വേണം കൂടെ പോയി പറിച്ചോളാം. ഇല നമുക്ക് നാളെ വെട്ടിയാൽ പോരെ? ആ, അത് നാളെ വെട്ടിയാൽ മതി. എന്നാൽ ഞങ്ങൾ പോയി സാധനം വാങ്ങിയിട്ട് വരാം. നിങ്ങൾ കൊന്നയും മാങ്ങയൊക്കെ പറിച്ചു വെച്ചു. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. മാങ്ങയൊന്നും കാണുന്നില്ലല്ലോടാ. താഴേക്ക് നോക്കാണ്ട് മേലേക്ക് നോക്ക്. അല്ല, എങ്ങനെ പറിക്കും? ഇവിടെ വടിയൊന്നും കാണുന്നില്ലല്ലോ. കേറി പറിക്കാം. ആ, എന്നാ കേറി. ഞാനല്ല, നീ കേറി. ഞാനോ? എനിക്ക് മരമൊന്നും. കള്ള പൂച്ചാണ്ടി മോനെ, അവന് മതില് ചാടാം, മരത്ത് കയറാൻ പറ്റൂല അല്ലേ? അത് മതില്, ഇത് മരം. അല്ല, നീ അതെങ്ങനെ അറിഞ്ഞു? ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടു നീ ആ മതില് ചാടുന്നതും ചക്ക വീണ പോലെ വീഴുന്നതും. അളിയ എന്ന് വിളിക്കണമെങ്കിൽ ഇപ്പൊ കയറി മരത്തില്. എൻ്റെ കാല് ചെറുതായിട്ട് വിറയ്ക്കുന്നു ഒരു സംശയം. ഇത് പോരേടാ. ആ, ഇറങ്ങി വാ. സമാധാനം. ഭൂമിയിൽ കാല് കുത്തി. ഇനി മതില് ചാടിയ ഇല്ല, പുറകിലെ ഗേറ്റ് കൂടെ വന്നാതിടാ. അളിയ, ഞാനല്ലാണ്ട് പിന്നെ ആരാടാ? നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പനാ, പൊന്നപ്പൻ. ആ, മതി മതി, വാ പോവാ. ഇതാരീ രാവിലെ തന്നെ തുടങ്ങി അയൽവാസി അദ്ദേഹം പൊട്ടിക്കും. നാട്ടിൽ പൊട്ടി. അയാളോട് ഒച്ചല്ലാണ്ട് പൊട്ടിക്കാൻ പറയടാ. ഇന്നേരം ഉറങ്ങാനും സമ്മതിക്കൂല. എടാ, കണ്ണു തുറക്കല്ലേ. അയ്യോ, ഞാൻ ചെറുതായിട്ട് തുറന്നു തോന്നുന്നു. ഈ പിള്ളേര് എണീച്ചില്ലയോ? കാർത്തി, അഭി, എണീക്ക്. പക്ഷെ കണ്ണു തുറക്കല്ലേ കേട്ടോ. ഞങ്ങൾ എപ്പോഴേ എഴുന്നേറ്റു. എന്നാ കണ്ണു തുറക്കാണ്ട് മെല്ലെ എണീക്ക്. വാ, സൂക്ഷിച്ച് നടക്കണേ. ആ, ഇനി കണ്ണു തുറന്നു. ഏട്ടാ, പോയാലോ? അതിന് അവര് കഴിയണ്ടേ? ഞാൻ റെഡിയായി. അങ്കിളും ആന്റി വരുന്നില്ലേ ചേച്ചി? ആ, ബെസ്റ്റ്. അവര് പോയി തിരിച്ചു വരാൻ സമയമായി. ഞങ്ങള് റെഡിയായി. ഞാനും. തൂക്കിയോ? അല്ല, പല്ലി എവിടെ? അവള് കഴിഞ്ഞില്ലേ? അത് ശരി, അവള് നേരത്തെ പോയല്ലോ. ചേച്ചിയോട് പറഞ്ഞില്ലേ? അതെപ്പോ? ഞാൻ കണ്ടില്ലല്ലോ. എന്നാ നമുക്ക് പോവാല്ലേ?
അത് ശരി, നിങ്ങൾ ഇപ്പൊ വരുന്നേ ഉള്ളൂ. ആ ബെസ്റ്റ്. അതിന് ഇവൾമാരെ ഇറങ്ങിയെങ്കിലല്ലേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റൂ. അമ്മ ഈ പല്ലി എവിടെ? അവളവിടെ കൈനീട്ട വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്നാ വാട്ടോ, ഞങ്ങൾ ഇറങ്ങാം. എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ, ഞങ്ങൾ വന്നോളാം. അവിടെ ഇവിടെയും വായി നോക്കി ഇന്ന് വെറുതെ സമയം കളയാൻ നിൽക്കരുത്. വേഗം വന്നോണം കേട്ടോ. അതൊക്കെ ഞങ്ങൾ വേഗം വന്നോളാം. ഫുഡ് ഉണ്ടാക്കണമല്ലോ. കണ്ടാ മതി. അച്ഛൻ ഒന്ന് പോയേ. ആ ചെന്നിട്ട് വേഗം ഞങ്ങൾക്കുള്ള കൈനീട്ട് എടുത്ത് വെച്ചോട്ടോ. നോക്കിയിരുന്നു, ഇപ്പൊ കിട്ടും. അല്ലേ ഈ പല്ലി എവിടെ? അതേ നിൽക്കുന്നു. നിങ്ങളിപ്പോ വന്നതേ ഉള്ളൂ? വേഗം ചെന്ന് തൊഴുതോ. ഞാൻ പുറത്തുണ്ടാവും കേട്ടോ. പുറത്ത് തന്നെ ഉണ്ടാവണം, എവിടെയും പോവരുത്. ഞങ്ങൾ വേഗം തൊഴുതിട്ട് വരാം. നമുക്കെന്നാ പോയാലോ? ആയില്ല, 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം. എന്തായാലും വന്നില്ല. ശരിയാ, 2 സ്റ്റോറി എങ്കിലും ഇടാം. വേഗം കാർത്തിനെ കൊണ്ട് എടുപ്പിക്കാം. നിന്ന് തിരിയാണ്ട് വേഗം അങ്ങാ വേഗം എടുത്തരും. പോയിട്ട് കുറെ പണിയുള്ളതാ. വാടാ നമുക്കും എടുക്കാം. എന്നാ വാ, വേഗം നിക്ക്. എടുത്തെടുത്തു. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് പോയാലോ? ശരിയാ, ഇപ്പൊ തന്നെ കുറച്ചധികം നേരമായി. പോയിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ? മോളെ നീതു, അതാരാ വരുന്നേ നോക്കിയേ. ഇയാളെന്താ ഇവിടെ? ഇതാരാ, അരവിന്ദോ? എന്താ വൈകിപ്പോയോ? ആ ഞാൻ എണീച്ചപ്പോ കുറച്ച് വൈകിപ്പോയി, അതാ. അടിയോയ്, സുഖല്ലേ? എന്തല്ലാ? ഓ പരമസുഖം. ഇങ്ങനെ കണ്ണിലെന്താ കുരു? ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ല. ഹായ് ഏട്ടാ. ഹായ് പള്ളി. മിണ്ട് മിണ്ട് മിണ്ട്. ഹായ് നിത്യ. ഹായ് അരവിന്ദ്. ഇവളെന്നാ ഇങ്ങനെ? നമുക്ക് പോയാലോ? ഇപ്പൊ തന്നെ കുറച്ച് വൈകി. എന്നാ അരവിന്ദ്, ഞങ്ങൾ ഇറങ്ങി വെക്കുക. പിന്നെ എപ്പോഴെങ്കിലും കാണാം. ഏട്ടാ. ഇത് ഞാൻ എവിടെയോ ഈശ്വര, അമ്പലത്തിൽ പ്രേതങ്ങളും പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ? ആ ഇതെന്റെ സിസ്റ്റർ. ഹായ് നിത്യ റൈറ്റ്. ഏട്ടൻ പറയാറുണ്ട് ഞാൻ താര. എന്താ പേര്? താര. താര. അതെ, നമുക്ക് പോകണ്ടേവാ. എങ്കിൽ ശരി, നിങ്ങൾ പോയി. ബൈ. ആഹാ, കിച്ചൺ വർക്കേഴ്സ് ഇപ്പൊ വരുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വന്നപ്പോഴേക്ക് സമയം പോയി. ഇനി എന്തായാലും വൈകിക്കണ്ട. രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേഗം ചെന്നു. അല്ല മോളെ, ഞാൻ നിന്നോട് ഇന്നലെ ചോദിച്ചില്ലേ എന്താ സാരിയോ ചുരിദാറോന്ന്? അപ്പൊ നീ എന്താ പറഞ്ഞു? വെറൈറ്റിന്നോ? ഇതാണോ വെറൈറ്റി? അയ്യോ, സാരി ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇട്ടതാ. ഞാൻ ഇതല്ല എടുത്തേ. ഞാൻ വേണേ അത് ഇട്ട് കാണിച്ചു തരാം. എന്നാ നീ ഇട്ടിട്ട് വാ, ഞാൻ താഴെ ഉണ്ടാവും കേട്ടോ. അവരോട് പറയല്ലേ, സർപ്രൈസ് ആണ്. ഒരു ഇട്ടട്ടെ. കാർത്തി ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പൊ എണ്ണ ചൂടെ, ഇനി കടുക് പൊട്ടിക്കാം. നിനക്കെന്താ വയ്യേ? മരുന്ന് കഴിച്ചില്ല തോന്നുന്നു. ഇതെന്താ വരാതെ? കുറച്ച് എണ്ണ ഇട്. അയ്യോ ഉപ്പിട്ടില്ല. ശരാത്തൊരിക്കല്ലേ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ചെയ്യാൻ മാറി. അല്ല പള്ളി, അമ്മയുടെ അവളിപ്പോ വരും. സർപ്രൈസ് ആന്നാ പറഞ്ഞ്. എന്ത് സർപ്രൈസ്? അതവൾ ഇന്നലെ വാങ്ങിച്ച ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി. അയ്യോ, സർപ്രൈസ് പോയോ? അപ്പൊ അവൾ ഇന്നലെ സാരി അല്ലേ എടുത്തേ? അല്ലാന്നാ പറഞ്ഞേ. എന്തായാലും ഇപ്പൊ വരുമല്ലോ, അപ്പൊ കാണാം. ഹേ ആഷ്ലി, ലുക്ക് അറ്റ് മീ. എപ്പടി എങ്ങനെയുണ്ട്? ഒരാഴ്ച അല്ലേ? എന്റെ പെങ്ങൾക്ക് ഭ്രാന്തായി. അപ്പൊ താങ്കളായിരുന്നല്ലേ ഈ വീട്ടിലെ പിത്തരോഗി? പിത്തരോഗിയല്ല, ചിത്തരോഗി. എന്തായാലും രോഗിയായെന്ന് മനസ്സിലായി. ഇതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒന്നും കൂടി തിരിഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം.
എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട്. ഫാഷൻ സെൻസ് ഇല്ലാത്ത തെണ്ടികൾ. ഇതായിരുന്നു 1.5 മണിക്കൂർ കൊണ്ട് തപ്പിയെടുത്ത സാധനം. അമ്മു ചെല്ല്, വേഗം മാറ്റിയിട്ട് വാ. ഇവിടെ എന്തോരം പണി ഉണ്ടെന്ന് അറിയോ? വേഗം വാ. ഞാനില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ മതി. എനിക്കിപ്പോൾ മൂടില്ല. എന്നാ നിന്റെ പപ്പടം ഞാൻ എടുത്തു. ചിക്കൻ ഫ്രൈ ഞാനും, പായസം ഞാനും. ആഹാ, നോക്കിയിരുന്നു. എൻ്റെ ചിക്കൻ വറുത്തതൊറ്റ തിന്ന. ചേച്ചി ഇവർ കൊടുക്കരുത് കേട്ടോ. നീ മാറ്റിയിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അത് ഞാൻ തിന്നു. മര്യാദയ്ക്ക് വേഗം പോയിട്ട് വന്നു. കാർത്തി, ഇതെങ്ങനെ ഉണ്ട് നോക്കിയൊക്കെ. അത് വേണോ? ചൂടായോ നോക്കാനല്ല, ഉപ്പ് കറക്റ്റ് ആണോ നോക്കാനാ. എന്നാ കൊണ്ടാ. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മുളക് നോക്കിയിട്ടിട്ടാ മതിന്ന്. ഇത് വെള്ളം കുടിക്കി. കാർത്തി, ഇതെങ്ങനെ ഉണ്ടോ നോക്ക്. എന്റെ മോനെ. ഓ പിന്നെ ഇത്രയ്ക്ക് അടിപൊളിയാ. കൊള്ളൂല. അരെ വാ വാ, ഇങ്ങോട്ട് വാ. ഗംഭീരായിരിക്കണു ശരിക്കും. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു, സന്തോഷായി, മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു. ശരിയാ, എല്ലാം നല്ല അസലായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ സ്ഥിരാക്കിക്കോ. ഇനിയും ഓണവും വിഷു ഒക്കെ വരുമല്ലോ. അമ്മ, ഈ സാമ്പാർ എങ്ങനെയുണ്ട്? ഇഷ്ടായോ? അടിപൊളിയായിട്ടുണ്ട്. എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് സാമ്പാറിന്. നിങ്ങളിത് യൂട്യൂബ് നോക്കി വെച്ചതാ? അതൊരു സീക്രട്ട് റെസിപ്പിയാ അല്ലേ വല്ലി? അതെ, ഇത് യൂട്യൂബിലൊന്നും കിട്ടൂല, ഞങ്ങളുടെ അടുത്ത് മാത്രം. സാമ്പാർ പൊടി ഏതാ, ചിക്കൻ മസാല ഏതാന്ന് തിരിച്ചറിയാത്തവർക്ക് മാത്രം അറിയുന്ന റെസിപ്പി. ഭാഗ്യത്തിന് ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്താ മൂന്നാളും കൂടെ ഒരു രഹസ്യം? ആ രഹസ്യം ഞങ്ങളുടെ ഒപ്പം മണ്ണിലലിയും. അതെ അതെ. ഇവര് പിന്നെയും തുടങ്ങി. ആഹാ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. രാവിലെ പൊട്ടിച്ച് എൻ്റെ ഉറക്കം കളഞ്ഞു. ഇനി നമ്മൾ പൊട്ടിക്കും. എടുത്തിട്ട് വാ. ഇനി ഒരു കോമ്പറ്റീഷൻ തന്നെ നടത്തി കളയണം. എടുത്തിട്ട് വാ. എവിടെന്ന്? നീ വാങ്ങിയിട്ടില്ലേ അത്? അല്ലപ്പ ഏട്ടൻ വാങ്ങിച്ചില്ലേ? ഞാൻ വിചാരിച്ച നീ വാങ്ങിക്കും. അല്ലപ്പ നിങ്ങളും വാങ്ങിച്ചില്ലേ? ഇല്ല, ഞങ്ങൾ വിചാരിച്ച നിങ്ങൾ രണ്ടാളും വാങ്ങിയിട്ടുണ്ടാവുന്നു. അപ്പൊ ഈ വിഷു 3G ആയി. ഷോ, എന്നാലും ഒരാൾക്കെങ്കിലും ഓർക്കായിരുന്നു, നിനക്കെങ്കിലും. മക്കളെ, മാമൻ വന്നടാ. ആരാടാ എപ്പിസോഡ് തീരാനാകുമ്പോ വരുന്നത്? മക്കളെ നോക്ക്, മാമൻ എന്തെല്ലാം കൊണ്ടുവന്നേ. കമ്പിത്തിരി, മത്താപ്പ്, പൂക്കുറ്റി എല്ലാം ഉണ്ട്. വേഗം വാ. ഓ മാമാ, നിങ്ങളാണ് മാമാ. മാമൻ. ഓ, എൻ്റെ അച്ഛൻ സീൻ എന്നെ. ഇന്ന എല്ലാരെയും വിളിക്കും, നമുക്ക് കത്തിക്കാം. നിങ്ങളും വാ.